മഹാമാരിയിൽ നിന്നും സംരക്ഷണം തേടി വിവിധയിടങ്ങളിൽ നിന്ന് 91-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് സന്യാസിനി സംഘങ്ങൾ ഒത്തുചേർന്നുള്ള പ്രാർത്ഥനാ വീഡിയോ ശ്രദ്ധേയമാകുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സന്യാസിനികളാണ് ഈ വീഡിയോയിൽ പങ്കുചേർന്നിരിക്കുന്നത്. കോവിഡ് ഭീതിയിൽ കഴിയുന്ന എല്ലാവരെയും കർത്താവിന്റെ സംരക്ഷണത്തിന് ബരമേൽപ്പിച്ചുകൊണ്ടാണ് വിവിധ സന്യാസ സമൂഹങ്ങളിലെ സന്യസ്തർ 91-ാം സങ്കീർത്തനം ചൊല്ലുന്നത്. വിവിധ കോൺഗ്രിഗേഷനിലെ സന്യസ്തർ അവരുടെ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയേഴ്സിനൊപ്പമാണ് സങ്കീർത്തനം ചൊല്ലുന്നത്. ഓരോരുത്തരും സങ്കീർത്തന ഭാഗത്തിലെ ഓരോ വരി വീതമാണ് ചൊല്ലുന്നത്. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. ദൈവത്തിന്റെ സംരക്ഷണം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും നവമാധ്യമങ്ങളുടെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നും സന്യാസിനികൾ പറയുന്നു. കോവിഡ്-19 മഹാമാരി ലോകത്തെ ഗ്രസിച്ചപ്പോൾ സമർപ്പിതരായ ഞങ്ങൾ ലോകമെമ്പാടും ഭീതിയിലും വേദനയിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ദൈവ തിരുമുൻപിൽ പരിഹാരത്തിലും പ്രാർത്ഥനയിലും ചിലവഴിക്കവേ ഞങ്ങൾ സന്യസ്തർ ലോകത്തിന് പ്രത്യാശയും കരുത്തും പകരേണ്ടവരാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായി. ഈ കൊറോണ കാലത്ത് ദൈവമക്കൾ എല്ലാവരും ഭവനങ്ങളിൽ ആയിരിക്കുന്നു. പൊതു ആരാധനാലയങ്ങൾ അടഞ്ഞു തുടങ്ങിയപ്പോൾ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറി. ദൈവത്തിൻ്റെ സംരക്ഷണം കൂടാതെ മനുഷ്യനൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടുത്തെ സംരക്ഷണത്തിനായി നമ്മെ തന്നെയും ലോകം മുഴുവനെയും സമർപ്പിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന SMA, MSMI, SABS, SH തുടങ്ങിയ വിവിധ സന്യാസിനി സമൂഹത്തിലെ സന്യാസിനികൾ അവരുടെ സന്യാസ ഭവനങ്ങളിൽ നിന്നാണ് ഇതിൽ പങ്കാളികളായത്. കാവൽ ഗോപുരം ഫേസ്ബുക്ക് പേജാണ് പ്രാർത്ഥനാ വീഡിയോ സംരംഭം ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക് ഷിക്കേന ന്യൂസ്.